പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻറ്റ് ആൻഡ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സോളിഡ്സിൽ നിന്നും ചോദിക്കാൻ സാധ്യതയായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മിസ് എടുത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഡിഫൈൻ ഇലാസ്റ്റിസിറ്റി ആൻഡ് പ്ലാസ്റ്റിസിറ്റി, ഗീവ് 2 എക്സാമ്പിൾസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും ആദ്യം പഠിക്കുന്ന ഒരാളാണ് പ്ലാസ്റ്റിസിറ്റിയും ഇലാസ്റ്റിസിറ്റിയും. എന്താണ് മക്കളെ ഇലാസ്റ്റിസിറ്റി ആൻഡ് പ്ലാസ്റ്റിസിറ്റി? വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഡീഫോർമേഷൻ ഫോഴ്സ് കൊടുക്കുമ്പോൾ അഥവാ നമ്മൾ ഒരു ബോഡിയിലേക്ക് ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഷേപ്പിലും സൈസിലും ലെങ്ത്തിലും ഒക്കെ വ്യത്യാസം ഉണ്ടാവും അല്ലേ. അതിനെയാണ് നമ്മൾ ഡീഫോർമേഷൻ എന്ന് പറയാം. ആൻഡ് നമ്മൾ ആ ഒരു കൊടുക്കുന്ന ഫോഴ്സ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്ക് ടു അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരാൻ പറ്റുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുക. ഇനി വരാൻ പറ്റുന്നില്ല, പെർമനൻ്റ് ആയിട്ട് ഡിഫോർമേഷൻ സംഭവിക്കുകയാണ്, നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ചപ്പാത്തി മാവിൽ നമ്മൾ ഇടിക്കുന്നു, ചപ്പാത്തി മാവിൽ ഇടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് മാറും അല്ലേ. പിന്നെ നമ്മൾ നമ്മുടെ കൈ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ അത് പഴയ ഷേപ്പിലേക്ക് വരുമോ? ഇല്ല. പക്ഷെ അതേപോലെയാണോ സ്പ്രിങ്ങിനെ നമ്മൾ വലിച്ചു നീട്ടുമ്പോൾ അതിൻ്റെ ഷേപ്പ് മാറും, പക്ഷെ നമ്മൾ അതിനെ വിട്ട് കഴിഞ്ഞാൽ തിരിച്ചു ബാക്ക് ടു ഒറിജിനൽ ഷേപ്പ് ആവും അല്ലേ. അപ്പോൾ അതാണ് ഇലാസ്റ്റിസിറ്റിയും പ്ലാസ്റ്റിസിറ്റി എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് ദ ബോഡി ടു റിഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ്. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് റിഗെയിൻ ചെയ്യുന്ന ആ ഒരു കപ്പാസിറ്റീനെയാണ്, എബിലിറ്റീനെയാണ് നമ്മൾ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുക. എക്സാമ്പിളാണ് നമ്മുടെ സ്പ്രിങ്ങും റബ്ബർ ബാൻഡും ഒക്കെ. ഇനി പ്ലാസ്റ്റിസിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ അതിന് ആ കഴിവില്ല അല്ലേ. ഇറ്റ് ഈസ് എൻ ഇന്നബിലിറ്റി ഓഫ് ദ ബോഡി ടു റിഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആൻഡ് സൈസ് ആണ്. അപ്പോൾ എക്സാമ്പിൾ എന്താ, നമ്മുടെ മഡ്, പുട്ടി, ആട്ട, മാവ്, ഡോവ് ഒക്കെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അതാണ് നമ്മളുടെ ആദ്യത്തെ ചോദ്യം. അപ്പോൾ ഒരു 2 മാർക്കിനാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇനി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് മിസ് എടുത്ത് വന്നിട്ടുള്ളത്. നോക്കാം. ദ റേഷ്യോ ഓഫ് ടെൻസൈൽ സ്ട്രെസ് ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ടെൻസൈൽ സ്ട്രെസ്. നമുക്കറിയാം ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് നമ്മൾ പഠിച്ചു. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിൽ 2 കേസാണുള്ളത് അല്ലേ. നമുക്കറിയാം ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് കൊടുക്കുന്ന ഫോഴ്സ് കൊണ്ട് ലെങ്ത്തിലാണ് വ്യത്യാസം ഉണ്ടാവുക. അപ്പോൾ ആ ലെങ്ത്തിൽ വ്യത്യാസം ഉണ്ടാക്കുന്ന സ്ട്രെസ്സാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെങ്ത്. അപ്പോൾ ലെങ്ത് കുറയും ചെയ്യാം, കൂടുകയും ചെയ്യാം. ലെങ്ത് കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ടെൻസൈൽ എന്ന് പറയുക, ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുക. ഇനി നമ്മുടെ ലെങ്ത് കുറയുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയും അല്ലേ. കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുക. അപ്പോൾ ഈ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത് ആക്ച്വലി എന്ത് തന്നെയാണ്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആണ്. സോ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ തന്നെയാണ് അവിടെ ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനിനെ നമ്മൾ എന്താ വിളിക്കുക, ദാറ്റ് ഈസ് യങ്സ് മോഡുലസ് ആണ് അല്ലേ മക്കളെ. അപ്പോൾ യങ്സ് മോഡുലസ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. യങ്സ് മോഡുലസ് അല്ലേ, യങ്സ് മോഡുലസ് ആണ് അഥവാ Y എന്നാണ് നമ്മൾ പറയുക. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവുമെന്ന് മിസ്സിന് അറിയാം, എന്നാലും മിസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നേ ഉള്ളൂ കേട്ടോ. അടുത്ത ചോദ്യം നോക്കുക. ഇഫ് ദ യങ്സ് മോഡുലൈ ഓഫ് അയൺ ഈസ് 190 × 10⁹ ആൻഡ് നമ്മളുടെ ഗ്ലാസിൻ്റെ എന്ന് പറയുന്നത് 65 × 10⁹ ആണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, അയണിൻ്റെ യങ്സ് മോഡുലസ് 190 × 10⁹ ആണ്. ഇനി ഗ്ലാസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ എത്രയാണ്, 65 × 10⁹ ആണ്. ചോദ്യം വിച്ച് ഈസ് മോർ ഇലാസ്റ്റിക്, ജസ്റ്റിഫൈ യുവർ ആൻസർ എന്നാണ് ചോദിച്ചത്. നമുക്കറിയാം ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് നമ്മൾ Y നോക്കിയിട്ടാണ് കണ്ടുപിടിക്കുക. ആസ് Y ഇൻക്രീസസ് ഇലാസ്റ്റിസിറ്റി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും അല്ലേ. അതായത് യങ്സ് മോഡുലസിൻ്റെ വാല്യൂ ആർക്കാണോ കൂടുതൽ അതിനായിരിക്കും ഇലാസ്റ്റിസിറ്റി കൂടുക. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ആർക്കാണ് ഉള്ളത്, നമ്മുടെ അയണിനാണ് ഉള്ളത് അല്ലേ മക്കളെ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും അയണിനാണ് എന്ത് കൂടുതലുള്ളത്, ഇലാസ്റ്റിസിറ്റി കൂടുതലുള്ളത് എന്ന് കൃത്യമായിട്ട് പറയാം. സോ അയൺ ഹാസ് മോർ എന്താണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, അല്ലെങ്കിൽ യങ്സ് മോഡുലസ് കൂടുതൽ അയൺ ആണ്. സോ അയൺ ഹാസ് മോർ അല്ലെങ്കിൽ ഹൈ ഇലാസ്റ്റിസിറ്റി എന്ന് നമുക്ക് അവിടെ പറയാൻ പറ്റും. സിമ്പിൾ ചോദ്യം അല്ലേ, ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇതാ പിടിച്ചു അടുത്ത ചോദ്യം. ദ റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ. വെരി സിമ്പിൾ. ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയർ സ്ട്രെയിൻ. ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റിജിഡിറ്റി മോഡുലസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഷിയർ മോഡുലസ് എന്ന് വിളിക്കും അല്ലേ. അപ്പം അതിനെ വിളിക്കുന്ന പേരാണ് റിജിഡിറ്റി മോഡുലസ് അല്ലേ. റിജിഡിറ്റി മോഡുലസ് എന്ന് വിളിക്കും. അതേപോലെ തന്നെ നമ്മൾ എന്ത് വിളിക്കും,
ടാൻജൻഷ്യൽ അല്ലെങ്കിൽ ടാൻജൻഷ്യൽ മോഡുലസ് അല്ലെങ്കിൽ ഷിയർ മോഡുലസ് എന്നൊക്കെ നമ്മൾ വിളിക്കും. അപ്പോൾ ഷിയറിംഗ് സ്ട്രെസ് ടു ഷിയറിംഗ് സ്ട്രെയിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിജിഡിറ്റി മോഡുലസ് എന്ന് വിളിക്കുന്നത്. സെറ്റ്. അടുത്ത നോക്കുക, നെയിം ദ ടൈപ്പ് ഓഫ് സ്ട്രെയിൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ എബവ് ഫിഗർ. അപ്പോൾ ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ എന്താണ് ഫോഴ്സ് നമ്മൾ നമ്മുടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് പാരലൽ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് പാരലൽ ആയിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഷേപ്പിലാണ് ഇവിടെ വ്യത്യാസം വരിക. ഷേപ്പിൽ വ്യത്യാസം ഉണ്ടാകുന്ന സ്ട്രെയിനിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ മക്കളെ? ഷിയറിംഗ് സ്ട്രെയിൻ. അപ്പോൾ ആക്ച്വലി ഇതെന്താണ്? ഷിയറിംഗ് സ്ട്രെയിൻ ആണ്. ഇനി എന്താ ചോദിച്ചത്? റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ സ്ട്രെയിൻ ആണ് അല്ലേ. അപ്പോൾ എന്താണ് ഷിയറിംഗ് സ്ട്രെയിൻ്റെ ഇക്വേഷൻ എന്ന് ഓർമ്മയുണ്ടോ? ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ സ്ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷൻ. അപ്പോൾ ഇവിടുത്തെ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ആംഗിളിലുള്ള വ്യത്യാസമാണ്, ദാറ്റ് ഈസ് തീറ്റ. ഈ തീറ്റേനെ നമ്മളിവിടെ ടാൻ തീറ്റ എടുക്കുന്ന സമയത്ത് എന്ത് കിട്ടും? ഇതിലെ ടാൻ തീറ്റ എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഡെൽറ്റ എക്സ് എന്ന് വരും, ഡിവൈഡഡ് ബൈ ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയും അല്ലേ. ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് അല്ലെ, അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ എൽ എന്ന് വരും. ഇനി നമുക്കറിയാം ഇത് വളരെ ചെറിയ തീറ്റ ആയതുകൊണ്ട് നമുക്ക് ടാൻ തീറ്റേനെ എന്താക്കി എടുക്കാം? തീറ്റ എന്ന് എടുക്കാം. സോ തീറ്റയ്ക്ക് നമുക്ക് എന്ത് കൊടുക്കാം? ഡെൽറ്റ എക്സ് ബൈ എൽ എന്നാണ് നമ്മൾ കൊടുക്കുക അല്ലേ. അപ്പോൾ ഡെൽറ്റ എക്സ് ബൈ എൽ ആണ് അതിൻ്റെ ഷിയർ സ്ട്രെയിനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷനാണ് എഴുതാൻ പറഞ്ഞത്, നമ്മൾ എഴുതി കൊടുത്തു. അടുത്ത ചോദ്യം നോക്കിക്കേ. എ മെറ്റൽ ക്യൂബ് ഓഫ് സൈഡ് 10 cm ഈസ് സബ്ജക്റ്റഡ് ടു എ ഷിയർ സ്ട്രെസ് 10⁴ Newton per meter square. Calculate the rigidity modulus if the top of the cube is displaced by 0.05 cm with respect to its bottom എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു മെറ്റൽ ക്യൂബ് ഉണ്ട്. ആ മെറ്റൽ ക്യൂബിൻ്റെ സൈഡാണ് 10 cm. അപ്പോൾ സൈഡിനെ ഞാൻ ഏന്ന് എടുത്തു, അതാണ് 10 cm. അപ്പോൾ ഏരിയ എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും വരിക? നിങ്ങൾക്ക് അറിയാലോ, ദാറ്റ് ഈസ് 10 cm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അവിടെ പറയാൻ പറ്റും 0.1 അല്ലെങ്കിൽ 10 × 10⁻⁻² എന്നാണ് വരിക. അപ്പോൾ 10 × 10⁻² പറഞ്ഞാൽ 10⁻⁻1 എന്ന് വരും. അപ്പോൾ ഏരിയ എന്ന് പറയുമ്പോൾ 10⁻1 × 10⁻1 എന്ന് വരും. ദാറ്റ് ഈസ് 10⁻2 m² എന്ന് വന്നു. ഓക്കെ, ഞാൻ SI യൂണിറ്റിലേക്ക് അപ്പോഴേക്ക് തന്നെ മാറ്റിയതാണ് കേട്ടോ. ഇനി നോക്കുക, ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അവിടെ കൊടുക്കുന്ന ഷിയർ സ്ട്രെസ്. അപ്പോൾ ഇവിടെ ഷിയർ സ്ട്രെസ് തന്നെ തന്നിട്ടുണ്ട്. ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ 10⁴ Newton/m³ ആണ്. ഇനി ഡിസ്പ്ലേസ് ചെയ്ത ഡെൽറ്റ എക്സ് എന്ന് പറയുന്നതാണ് 0.05 cm, അഥവാ 0.05 × 10⁻² മീറ്റർ അല്ലേ. സെറ്റാണോ? ഇനി നമുക്കറിയാം ഇവിടെ റിജിഡിറ്റി മോഡുലസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? ഷിയറിംഗ് സ്ട്രെസ് ബൈ അല്ലേ, നമുക്കറിയാം ഷിയറിംഗ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയറിംഗ് സ്ട്രെയിൻ ആണ്, അഥവാ ദാറ്റ് ഈസ് F/A ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ബൈ എൽ എന്നാണ് നമ്മൾ എഴുതുക. ദാറ്റ് ഈസ് FL ഡിവൈഡഡ് ബൈ A × ഡെൽറ്റ എക്സ് എന്ന് വരും അല്ലേ. ഇവിടെ ഈ F/A എന്ന് പറയുന്ന ആളാണ് ഈ ഷിയറിംഗ് സ്ട്രെസ്, ദാറ്റ് ഈസ് 10⁴ എന്ന് പറയാം. ഇനി ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇതൊരു ക്യൂബാണ്, സോ ക്യൂബിൻ്റെ സൈഡ് തന്നെയാണ് അല്ലേ. അപ്പോൾ 10 × 10⁻², 10 cm ഞാൻ മാറ്റിയതാണ് കേട്ടോ. ഡിവൈഡഡ് ബൈ എന്ത് വരും? നമ്മളുടെ ഡെൽറ്റ എക്സ്, ദാറ്റ് ഈസ് 0.05 × 10⁻² എന്ന് വരും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്താ വരിക? ഇവിടെ 10⁻²ഉം 10ഉം കൂടെ ചെയ്യുമ്പോൾ 10⁻⁻1 വരും അല്ലേ. ഇത് 10⁻⁻1 ഇതും കൂടെ വരുമ്പോൾ 10⁻³ എന്ന് വരും. അപ്പോൾ മുകളിൽ 10⁻³ ഡിവൈഡഡ് ബൈ ഞാൻ ഇവിടെ ഈ 0.05 എനിക്ക് 5 × 10⁻² എന്നാക്കാം. അപ്പോൾ ഈ -2ഉം 10⁻² ഇവിടെ 5 × 10⁻⁻4 ആവും. അപ്പോൾ അത് മുകളിലേക്ക് പോകുമ്പോൾ 1/5 × 10⁻7 എന്ന് വരും. 1/5 എന്ന് വെച്ചാൽ എത്രയാണ്? 0 കാണുന്നുണ്ടോ മക്കളെ? ഓക്കെ, ഞാൻ ഇപ്പുറത്തേക്ക് എഴുതാം. നോക്കൂ, ഇവിടെ 1/5 × 10⁻7 എന്ന് വന്നു. 1/5 എന്ന് വെച്ചാൽ 0.2 ആണ്, × 10⁻7, ദാറ്റ് ഈസ് 2 × 10⁻6 എന്ന് വരും. 2 × 10⁻6 Newton/m² അല്ലേ. 2 × 10⁻6 Newton/m² എന്നാണ് വരിക കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താ? ഡിഫൈൻ കംപ്രസബിലിറ്റി ആണ് അല്ലേ. എന്താണ് മക്കളെ കംപ്രസബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ് ആണ് അല്ലേ. ഒരു ബോഡീനെ കംപ്രസ് ചെയ്യാനുള്ള കഴിവാണ്. അപ്പോൾ നമുക്കറിയാം ബൾക്ക് മോഡുലസിൻ്റെ റെസിപ്രോക്കൽ ആയിട്ടാണ് നമ്മൾ എന്തിനെ പറയുക? നമ്മുടെ കംപ്രസബിലിറ്റിനെ പറയുക അല്ലേ. അപ്പോൾ നമുക്കറിയാം ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? അവിടെ പ്രഷർ ഡിവൈഡഡ് ബൈ ΔV/V എന്നായിരുന്നു അല്ലേ. അതായത് അവിടുത്തെ സ്ട്രെസ് എന്ന് പറയുന്നത് പ്രഷറിന് ഈക്വൽ ആയിരുന്നു, ഡിവൈഡഡ് ബൈ വോളിയം സ്ട്രെയിൻ ആയിരുന്നു. അപ്പം ഞാൻ ഇതിനെ 1/B എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് വരും? 1/V
പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി ബൈ വി എന്ന് വരും. അപ്പോൾ ഡെൽറ്റ വി ബൈ വി മോളിക്ക് പോവും. അപ്പോൾ ഡെൽറ്റ വി ബൈ വി ഡിവൈഡഡ് ബൈ പി എന്നാണ് വരിക. അതായത് റെസിപ്രോക്കൽ ആവും അല്ലേ. അപ്പോൾ ഈ ഡെൽറ്റ വി ബൈ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോളിയം എന്നാണ് പറയുക. അതായത് അതിൻ്റെ എത്രത്തോളം ചേഞ്ച് വന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ പ്രഷറാണ്. സോ ഇതിനെ നമ്മൾ ഒരു വേർഡ്സിലേക്ക് വാട്ട് ഈസ് കംപ്രസബിലിറ്റി എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ എഴുതേണ്ടതെന്ന് അറിയോ? വളരെ സിമ്പിളാണ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഫ്രാക്ഷണൽ ചേഞ്ച് ടു ഫ്രാക്ഷണൽ ചേഞ്ച് ഓഫ് വോളിയത്തിനെ പ്രഷറുമായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോളിയം ടു പ്രഷർ എന്നാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ നോക്കുക, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോളിയം പെർ യൂണിറ്റ് ഇൻക്രീസ് ഇൻ പ്രഷർ എന്ന് കൊടുത്താൽ മതി. സെറ്റാണോ? അപ്പോൾ ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത് 1/b എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുക. ചോദ്യം നോക്കുക അടുത്തത്. അപ്പോൾ അത് എഴുതി നോക്കുക. ബൾക്ക് മോഡുലസ് ഓഫ് വാട്ടർ ഈസ് 2 × 10⁹ N/m². ആണ്. അങ്ങനെയാണെങ്കിൽ കംപ്രസബിലിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കംപ്രസബിലിറ്റി ഈസ് 1/b അല്ലേ. 1/b ആണ് നമ്മുടെ കംപ്രസബിലിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ 2 × 10⁻⁹ എന്ന് കൊടുക്കുക. അപ്പോൾ 10⁻⁹ മുകളിലേക്ക് വരുന്ന സമയത്ത് 10⁻⁻⁹ ആവും. ഇവിടെ 1/2 ഉണ്ട്. 1/2 ഈസ് 0.5 × 10⁻⁻⁹ എന്ന് വരും അല്ലേ. റെഡി. ഇനി ഇത് ബൾക്ക് മോഡുലസിൻ്റെ റെസിപ്രോക്കൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ന്യൂട്ടൺ ഇൻവേഴ്സ് മീറ്റർ സ്ക്വയർ എന്നായിരിക്കും. ന്യൂട്ടൺ ഇൻവേഴ്സ് മീറ്റർ സ്ക്വയർ എന്നായിരിക്കും കേട്ടോ. ഓക്കെ, അടുത്ത നോക്കുക. എ സ്പ്രിങ് ഈസ് സ്ട്രെച്ച്ഡ് ബൈ അപ്ലൈയിങ് ലോഡ് ടു ഇറ്റ്സ് ഫ്രീ എൻഡ് അല്ലേ. ഒരു സ്പ്രിങ്ങിനെ നമ്മൾ അതിൻ്റെ അടിയിൽ ലോഡ് കൊടുത്തിട്ട് അതിനെ എന്ത് ചെയ്യാണ്? സ്ട്രെച്ച് ചെയ്യാണ്. അപ്പോൾ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ സ്ട്രെയിൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് വരിക? അപ്പോൾ നമുക്കറിയാം, ഒരു സ്പ്രിങ്ങിനെ പിടിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? വലിക്കുന്ന സമയത്ത് അതിൻ്റെ ലെങ്ത്തിലും ഷേപ്പിലും വ്യത്യാസം വരും അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ ലെങ്ത്തിൽ വ്യത്യാസം വരുമ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ ആണ്, ഷേപ്പിൽ വ്യത്യാസം വരികയാണെങ്കിൽ ഷിയർ ആണ്. അപ്പോൾ രണ്ടും വരുന്നുണ്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ഷിയറിംഗ് സ്ട്രെസ് ആണ് ആൻസർ കേട്ടോ. ഇനി ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ലിക്വിഡ് ആണെന്ന് വിചാരിക്കാം. നമുക്കറിയാം ലിക്വിഡ്സിനുള്ളതാണ് ബൾക്ക് മോഡുലസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ലിക്വിഡിൻ്റെ ഐഡിയൽ ആയിട്ടുള്ള ഒരു ലിക്വിഡ് ആണെങ്കിൽ അതിൻ്റെ ബൾക്ക് മോഡുലസ് എന്തായിരിക്കും? ബൾക്ക് മോഡുലസ് വിൽ ബി ഇൻഫിനിറ്റി അല്ല. ഒരു ഐഡിയൽ ലിക്വിഡ് ആണെങ്കിൽ അതിനെ കംപ്രസ് ചെയ്യാൻ പറ്റാൻ പാടില്ല. അതായത് അതിൻ്റെ വോളിയത്തിന് ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല അല്ലേ. അപ്പോൾ വോളിയത്തിന് ചേഞ്ച് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ കം ഇൻഫിനിറ്റി. ഓക്കെ, ഇൻഫിനിറ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ യങ്സ് മോഡുലസിൻ്റെ കേസിലും സെയിം തന്നെയാണ്. ഒരു റിജിഡ് ആയിട്ടുള്ള ബോഡി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ യങ്സ് മോഡുലസ് ഇൻഫിനിറ്റി ആയിരിക്കും. ഇനി നോക്കുക, ഒരു സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൽ നിന്നും ആദ്യം ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് ദ ലോ വിച്ച് റിലേറ്റ്സ് സ്ട്രെസ് വിത്ത് സ്ട്രെയിൻ. സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് പറഞ്ഞു തന്ന ഏത് ലോ ആണ് മക്കളെ? നമ്മുടെ ഹുക്സ് ലോ ആണ് അല്ലേ. അപ്പോൾ ഹുക്സ് ലോ സ്റ്റേറ്റ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് നമ്മൾ സ്റ്റേറ്റ് ചെയ്യുക? ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലേ, വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ ഫോർ സ്മോൾ ഡിഫോർമേഷൻ സ്ട്രെസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു അല്ലേ, സ്ട്രെസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് എഴുതി കൊടുക്കാം അല്ലേ. ദാറ്റ് ഈസ് സ്ട്രെസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഇതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്? ഹുക്സ് ലോ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അടുത്ത ചോദ്യം നോക്കൂ. വിച്ച് ഓഫ് ദ ടു മെറ്റീരിയൽ ഹാസ് ഗ്രേറ്റസ്റ്റ് യങ്സ് മോഡുലസ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ബി ക്വസ്റ്റ്യൻ ആൻസർ മിസ് ഇവിടെ എഴുതുന്നുണ്ട്. യങ്സ് മോഡുലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ്. ഞാൻ ലോഞ്ചിറ്റ്യൂഡിനൽ ലോങ് എന്ന് എഴുതുന്നുള്ളൂ കേട്ടോ. അപ്പോൾ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടുത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് എന്താ? സ്ട്രെസ്സും സ്ട്രെയിനുമാണ്. അപ്പോൾ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ഈ ഗ്രാഫിൻ്റെ എന്താണ് മക്കളെ? സ്ലോപ്പ് അല്ലേ. അല്ലേ, സ്ലോപ്പ് എന്ന് പറയുന്നതാണ് വൈ ആക്സസ് ബൈ എക്സ് ആക്സസ്. അപ്പോൾ വൈ ആക്സസ് എന്ന് പറയുന്നത് ഇവിടെ സ്ട്രെസ്സാണ്, ഇവിടെ സ്ട്രെയിൻ ആണ്. സോ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്? യങ്സ് മോഡുലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ലോപ്പ് കൂടിയാൽ യങ്സ് മോഡുലസ് കൂടും. അപ്പോൾ ഇവിടെ ആർക്കാണ് സ്ലോപ്പ് കൂടുതൽ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ കുത്തനെയുള്ളത് ആരാണ്? വൈ ആക്സസിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴാണ് കുത്തനെ കൂടുക അല്ലേ. അപ്പോൾ ഇവിടെ എക്കാണ് കുറച്ചുകൂടെ ഡീപ്പ് അല്ലേ. ഇത് വൈ ആക്സസ് കുറച്ചും കൂടെ വിട്ടാണ് നിൽക്കുന്നത് കണ്ടോ. ഇവിടുത്തെ ഇത്രയും വിട്ടാണ് വൈ ആക്സസ്, ഇവിടെ കുറച്ചും കൂടെ അടുത്താണ്. സോ നമുക്ക് എന്ത് പറയാം? ഇവിടുത്തെ സ്ലോപ്പ് കൂടുതൽ എക്കാണെന്ന് പറയാം. സോ എക്കാണ് എന്ത് കൂടുതൽ? യങ്സ് മോഡുലസ് കൂടുതൽ. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, ഒരു സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് തന്നിട്ടുള്ള ഒരു ചോദ്യം എല്ലാ
ക്വസ്റ്റ്യൻ പേപ്പറിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. സോ നിങ്ങളത് കൃത്യമായിട്ട് ഓർത്ത് എഴുതുക. അപ്പോൾ വൈ എന്ന് പറയുന്നത് ആർക്കാണോ സ്ലോപ്പ് കൂടുന്നത് അയാൾക്കായിരിക്കും വൈ കൂടുതൽ കേട്ടോ, ഒരു സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് തരുമ്പോൾ. ഇനി സി ക്വസ്റ്റ് നോക്കൂ, വിച്ച് ഓഫ് ദ മെറ്റീരിയൽസ് ആർ മോർ ഡക്റ്റൈൽ. അപ്പോൾ ഡക്റ്റൈൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം നമ്മളുടെ ടെൻസൈലായിട്ട് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ്സും അതേപോലെ തന്നെ എന്തും നമ്മുടെ ഫ്രാക്ചർ പോയിന്റും തമ്മിൽ ഭയങ്കര ദൂരം വേണം. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ കുറച്ചും കൂടെ ദൂരമാണ്, ഇവിടെ പെട്ടെന്ന് പൊട്ടുന്ന പോലെയാണ് നിൽക്കുന്നത്. സോ നമുക്ക് ഏത് പറയാം, അതിൻ്റെ ആൻസറും എ തന്നെയാണ്. അപ്പോൾ ഡക്റ്റൈൽ എന്ന് പറയുന്നതും എ തന്നെയാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കിയേ, ഇലാസ്റ്റിസിറ്റി ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് മാറ്റർ ദാറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ അറ്റോമിക് packing. For an elastic solid, stress is applied directly proportional to strain produce. Stress versus strain ആണ് തന്നിട്ടുള്ളത്. നോക്കുക, which is more elastic, A, B or C? Justify your answer എന്നാണ് ചോദിച്ചത്. അപ്പം നമുക്കറിയാം ഏതാണ് കൂടുതൽ ഇലാസ്റ്റിക് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇലാസ്റ്റിസിറ്റി കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഫോർ ഹൈ ഇലാസ്റ്റിസിറ്റി അല്ലേ, ഇലാസ്റ്റിസിറ്റി കൂടണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് വേണം, it should have high യങ്സ് മോഡുലസ് അല്ലേ. യങ്സ് മോഡുലസ് കൂടുമ്പോഴാണ് എന്ത് കൂടുക, നമ്മളുടെ ഇലാസ്റ്റിസിറ്റി കൂടുക. അപ്പോൾ യങ്സ് മോഡുലസ് ആർക്കാണ് കൂടുതൽ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. യങ്സ് മോഡുലസ് കൂടുതലായിട്ട് കണ്ടുപിടിക്കണമെങ്കിൽ ആലോചിക്കുക, സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ്. അപ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ലോപ്പാണ് നോക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ സ്ലോപ്പ് ആർക്കാണ് കൂടുതൽ, സ്ലോപ്പ് ഈസ് ഹൈ ഫോർ എ അല്ലേ, എക്കാണ് കൂടുതൽ. അപ്പം ആർക്കായിരിക്കും കൂടുതൽ ഉണ്ടാവുക, എക്ക് തന്നെ ആയിരിക്കും. സോ നമുക്ക് എന്ത് പറയാം, എ ആണെന്ന് പറയാം. അപ്പോൾ അത് കൃത്യമായിട്ട് ജസ്റ്റിഫൈ ചെയ്ത് കൂടെ എഴുതി കൊടുക്കുക കേട്ടോ. അപ്പോൾ സ്ലോപ്പാണ് യങ്സ് മോഡുലസ് തരുന്നത്. സ്ലോപ്പ് ഏറ്റവും കൂടുതൽ എക്ക് ആയതുകൊണ്ട് യങ്സ് മോഡുലസും ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും, എക്കായിരിക്കും. സോ ഇലാസ്റ്റിസിറ്റി കൂടുതൽ എക്കായിരിക്കും. ഇനി നോക്കുക, വൈ ആർ ദ ഗ്രിഡേഴ്സ് ഫോർ സപ്പോർട്ടിംഗ് റൂഫ്സ് റൂഫ്സ് ദാറ്റ് ഈസ് ഫോംഡ് ഇൻ ദ ഷേപ്പ് ഓഫ് ഐ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമുക്കറിയാം നമ്മളുടെ ഈ ബ്രിഡ്ജസ് ഒക്കെ പണിയുന്ന സമയത്ത് ബ്രിഡ്ജസിൻ്റെ ഷേപ്പ് അല്ലേ, ഷേപ്പ് കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ പില്ലേഴ്സിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഇതുപോലൊരു ഐ ഷേപ്ഡ് ആണ് ഉണ്ടാവുക. എന്തുകൊണ്ടാണ് ഈ ഒരു ഐ ഷേപ്ഡ് ഉണ്ടാവുന്നത്, എന്തോ ഒരു സാധനം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഐ ഷേപ്ഡ് ആവുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് എന്താണെന്ന് എൻ്റെ കുട്ടികൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം. എക്സാമിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. സോ നമ്മുടെ ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് നമ്മൾ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഈ ബി ക്വസ്റ്റിൻ്റെ ആൻസറും കൂടി ഒന്ന് ആലോചിക്കുക, എന്തോ ഒരു സാധനം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഐ ഷേപ്ഡ് ആയിട്ടുള്ള ഗ്രിഡേഴ്സ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് മക്കളെ, നമ്മുടെ ലൈവിൻ്റെ കാര്യം മറക്കരുത്. അപ്പോൾ കൃത്യം താഴെ കാണുന്ന, അതായത് 7 PM നമ്മുടെ ലൈവ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും 7 PM ലൈവ് നിങ്ങൾ മിസ് ചെയ്യരുത്. അപ്പോൾ ഇനിയിപ്പോൾ ക്രിസ്മസ് എക്സാമും കാര്യങ്ങളൊക്കെ വരികയാണ്. അപ്പം അടിപൊളിയായിട്ട് ഈ സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു. ബാക്കി നമ്മൾ ലൈവിലൊക്കെ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.